ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ തന്നെ ഒരു ബിസ്ക്കറ്റ് തിന്നിട്ടാവാം ബാക്കി വിശേഷങ്ങളെല്ലാം. അപ്പോൾ രാവിലത്തെ ഫുഡ് എന്ന് വെച്ചാൽ ദോശയും രണ്ട് ചട്നീസ് ആട്ടാ. ഒന്ന് നമ്മൾ തേങ്ങാ ചട്നിയും മറ്റൊന്ന് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട്. അപ്പോൾ അതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്ന രണ്ട് ഐറ്റംസ് നിങ്ങൾ ഉറപ്പായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് എളുപ്പപ്പണിക്ക് ഭയങ്കര ഉപകാരം, നല്ല ടേസ്റ്റുള്ള ഐറ്റംസ് ആട്ടാ. ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം ആട്ടാ. ഇത് എനിക്ക് പരിചയപ്പെടുത്തിയത് ആഷിഖാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ആളെനിക്ക് പരിചയപ്പെടുത്തിയ ഒരു ഐറ്റം ആട്ടാ ഇത്. അതിനുശേഷം ഞാൻ സോയാബീൻ വെള്ളത്തിൽ പുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോറിന് വേണ്ടിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തേങ്ങേൻ്റെ ബോർഡ് നിങ്ങൾ കണ്ടിപ്പോൾ ഭയങ്കര ബ്ലാക്ക് കളറ്. ഞാനിതുവരെ അങ്ങനെ ഇത്രയും ബ്ലാക്ക് കളറ് കണ്ടിട്ടില്ല കേട്ടോ. ഏകദേശം നമ്മളൊക്കെ ബ്രൗൺ കളറായിരിക്കില്ലേ. അപ്പോൾ ഇത് ശ്രീലങ്കൻ തേങ്ങയാട്ടാ. അതിനുശേഷം ഞാൻ തേങ്ങാ ചട്നിയും കാര്യങ്ങളൊക്കെ ആക്കി. നമ്മളെ നാട്ടിലത്തെ ആ ഒരു ചട്നീൻ്റെ സെയിം ടേസ്റ്റ് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു തേങ്ങേൻ്റെ അതൊരു മാറിയത് കൊണ്ടാണ്. എൻ്റെ ദോശയ്ക്ക് എന്തോ ഒരു പാളിച്ച പറ്റിയോണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് റൗണ്ടാക്കി കിട്ടിയിട്ടില്ല. എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ദോശയും രണ്ട് ചട്നിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ദോശ വലിങ്ങനെ റൗണ്ടായിട്ട് കിട്ടിയില്ലെങ്കിലും ഒത്തൊരു രീതിക്ക് കിട്ടി കേട്ടോ. ഞാൻ നിങ്ങളോട് പറഞ്ഞ രണ്ട് ഐറ്റംസിൽ ഒന്ന് ദോശേൻ്റെ ചട്നിയും മറ്റൊന്നത് ഈ ഒരു കേബേജ് ഉപ്പേരീൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാട്ടാ. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് കറിയേ വേണ്ട. ചില ദിവസങ്ങളിൽ നമുക്ക് മടിയുള്ള ദിവസങ്ങൾ ഉണ്ടാവില്ലേ കറിയൊന്നും ആക്കാൻ. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്, നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ഈ ഒരു ചോറിൻ്റെ കൂടെയും ഈ ഒരു ഐറ്റത്തിൻ്റെ കൂടെയും എനിക്കിഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ഈ ഒരു സോയാബീൻ പൊരിച്ചത് കേട്ടോ. ഈ ഒരു ഐറ്റത്തിൻ്റെ കൂടെ നമുക്ക് തേങ്ങയോ മറ്റൊന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസ് ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.